ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നടന്ന ഫയർമാൻ എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഇത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലും ആൻസർ ചെയ്താൽ നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി, രാജ കേശവദാസനാണ്. ഒന്നിൻ്റെ ആൻസർ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, റാം മോഹൻ റോയ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സൺയാത് സെൻ ആണ്. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ, കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞത് ഏത് ഗവർണറാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സ്വീഡൻ ആണ്. ഏഴാമത്തെ ചോദ്യം, മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, കാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശരിയുള്ളത് പറഞ്ഞു പോവാം. ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അപ്പം താഴെ തന്നിട്ടുള്ളത് ശരിയാണ്. അപ്പം ഓപ്ഷൻ 1 ശരിയാണ്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു, അതും ശരിയാണ്. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തി, അതും ശരിയാണ്. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ആൻസർ ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആൻസർ ആയിട്ട് വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തും. അപ്പം നോക്കണേ, വലുതിൽ നിന്നും ചെറുതിലേക്കാണ്. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, കബനി, ഭവാനി, പാമ്പാർ. നമുക്കറിയാം 9ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ പത്താമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്, ഞാൻ ആൻസർ അങ്ങ് പറഞ്ഞു പോവാണ്. 10ന്റെ ആൻസർ, സ്റ്റേറ്റ്മെന്റ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്, അത് ശരിയായിട്ടുള്ളതാണ്, ശരിയായ പട്ടികയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ തന്നെ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം എന്നാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ ആൻസർ വരുന്നത് 10ന്റെ ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, നൈട്രജൻ ആണ് കേട്ടോ, നൈട്രജൻ ആണ്. 12ാമത്തെ ചോദ്യം, 12ാമത്തെ ചോദ്യം, ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ് നോക്കാം. റീസി ജില്ലയിൽ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്, ശരിയായിട്ടുള്ളതാണ്. ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്, ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ട കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അപ്പോൾ അത് ശരിയായിട്ടാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, 2, 3, 4 ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 12ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, എം വിശ്വേശ്വരയ്യാണ്. അപ്പോൾ 13ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 14, പ്രതിശീർഷ വരുമാനം എന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യയാണ്. 15ാമത്തെ ചോദ്യം, ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി പറയുന്നതാണ് ഓപ്ഷൻ ഡി, സർചാർജ്. 16ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി എന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ, 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 17, താഴെ പറയുന്നവയിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ശരിയാണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. അപ്പം 17ന്റെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. 18, യോഗക്ഷേമം വഹാമൃഹ്യം, അതായത് യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, LIC ആണ് കേട്ടോ, LIC. 18ന്റെ ആൻസർ ഓപ്ഷൻ ബി, LIC ആണ്.
19 ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവയാണ് ചോദിക്കുന്നത്. തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. അപ്പം പെടാത്തവയാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നും പെടാത്തവയാണ്. 19ന്റെ ആൻസർ ഓപ്ഷൻ ബി. 20 ചേരുംപടി ചേർക്കുമെന്നാണ്. അപ്പോൾ ഏതൊക്കെ നോക്കാം. ഭരണഘടനയുടെ 27ാം വകുപ്പ് ഏതാണ്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം 2 ഇതാണ് 18 ആർട്ടിക്കിൾ 18 ഏതാണ് വരുന്നത്? സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 18. അതുപോലെ തന്നെ ഭരണഘടനയുടെ 13ാം വകുപ്പാണ് കോടതിയുടെ പുനരവലോകന അധികാരത്തെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 226ാം വകുപ്പ് ഏതാണ് വരുന്നത്? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് വരുന്നത്. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1C 2D 3A 4B ആണ് കേട്ടോ. 20ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 21 ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നോട്ട് ചെയ്തോണേ, തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന 3ാമത്തെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്. അപ്പോൾ എൻ്റെ ആൻസർ 21ന്റെ ആൻസർ ഓപ്ഷൻ എ 3 ആണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 86ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്ത് ശരിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലികാവകാശമായി മാറ്റി ശരിയാണ്. 6നും 14നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളിലെ 45ാം വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഭേദഗതി ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ABCD ആണ്. 22ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 23 ചേരുംപടി ചേർക്കുക എന്നാണ് വരുന്നത്. ധനകാര്യ കമ്മീഷൻ വരുന്ന വകുപ്പ് 280 ധനകാര്യ കമ്മീഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് വകുപ്പ് 324 ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വരുന്ന വകുപ്പ് 148 അറ്റോർണി ജനറൽ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അറ്റോർണി ജനറൽ വകുപ്പ് 76 അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 23ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 24 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 24ന്റെ ആൻസർ ഓപ്ഷൻ ഡി 3 കേട്ടോ. 25 പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്നാണ്. അതിൻ്റെ ആൻസർ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പെടാത്തതായിട്ട് വരുന്നത്. അതായത് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് പെടാത്തത് വരുന്നത്. അപ്പോൾ അതിൻ്റെ 25ന്റെ ആൻസർ ഓപ്ഷൻ ബി 3 26ാം ചോദ്യം, ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത് വരുന്നത്. 26C. 27 കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വരുന്നത്. അപ്പം ഇനി 28ാമത്തെ ചോദ്യം നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തിയാണ് ഓപ്ഷൻ സി ഡോക്ടർ സിറിയക് തോമസ് ആണ് കേട്ടോ. 28ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 29 ഫസ്റ്റ് പാത്ത് ദ പോസ്റ്റ് വോട്ടിംഗ് FPTP സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്ന ആരെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന ലെജിസ്ലേറ്റീവ് അംഗങ്ങളെ, അതായത് MLA-മാരെയാണ്. 29ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 30ാമത്തെ ചോദ്യം, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നോട്ട് ചെയ്തോണം, തെറ്റായ പ്രസ്താവന ഏതാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 30ന്റെ ആൻസർ ഓപ്ഷൻ ബി 1 31 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. 4ാമത്തെയാണ് ലക്ഷ്യങ്ങളിൽ പെടാത്തത്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക എന്നുള്ളത് പെടാത്തതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 31ന്റെ ആൻസർ ഓപ്ഷൻ ഡി 4 വരുന്നത് കേട്ടോ. 32 മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ അതായത് സബ്സ്റ്റാനിയ നൈഗ്രേ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പാർക്കിൻസൺസ് ആണ്. 32ന്റെ ആൻസർ ഓപ്ഷൻ സി പാർക്കിൻസൺസ് ആണ്. 33 ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ചയിൽ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ എറിത്രോപോയറ്റിൻ ആണ് വരുന്നത്. 34 ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. GLUT4 ആണ് വരുന്നത്. 35 ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണെന്ന്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അഗ്ലൂട്ടിനേഷൻ ആണ് വരുന്നത് കേട്ടോ. 36 ഓപ്പറേഷൻ അമൃത് പദ്ധതിയുമായി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ 36ന്റെ. 37 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത
കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കൊല്ലം ആശ്രമത്തെ കണ്ടൽ വനങ്ങളാണ്. 38 പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ഓപ്ഷൻ ബി ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് വരുന്നത്. 39 താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്നാണ് ആൻസർ ഓപ്ഷൻ എ ഗുരുത്വാകർഷണ ബലമാണ് വരുന്നത്. 40 KW കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റ് ആണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ഊർജ്ജമാണ് വരുന്നത്. 41 ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേര് എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി സ്പാഡക്സ് മിഷൻ ആണ് വരുന്നത്. 42 റുദർഫോർഡിൻ്റെ ആൽഫ കിരണവിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വർണ്ണ തകിടിലൂടെയുള്ള മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. 43 അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അൺബൈനീലിയം ആണ് വരുന്നത് കേട്ടോ. 44 താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹങ്ങൾ ഉപലോഹം അല്ലാത്തത് ഏതെന്നാണ് വെച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മഗ്നീഷ്യമാണ്. 45 ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്. ആൻസർ ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ ആണ് വരുന്നത്. 46 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ശരിയായവ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. 46 എ ആണ് ആൻസർ. 47 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ഗായത്രി സിപ്പാക്ക് ആണ് വരുന്നത് കേട്ടോ. 48 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. 49 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. MS ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായ കണ്ടെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. 49 എ ആണ്. 50 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ സി ആണ്. 51 മാത്സ് ആണ്, ഞാൻ പറഞ്ഞു പോവാണ്. 51 ആൻസർ ഓപ്ഷൻ സി 25 ആണ്. 52 ആൻസർ ഓപ്ഷൻ എ ആണ്, 9/16 ആണ് വരുന്നത്. 53 ആൻസർ ഓപ്ഷൻ ഡി 78 ആണ്. 54 ആൻസർ ഓപ്ഷൻ ബി 13 ആണ് വരുന്നത്. 55 ആൻസർ വരുന്നത് ഓപ്ഷൻ സി 16 ആണ്. 56 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 8 ആണ്. 57 ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 90 ആണ് വരുന്നത്. പിന്നെ 58 ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് തുല്യമായത് എന്നാണ് ചോദിക്കുന്നത്. പേരും വിലാസം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോണേ. 59 ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 50% വരുന്നത്. 60 ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ മകനാണ് വരുന്നത്. 61 ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഒരു അഗ്നി ശമനി എക്സ്റ്റിൻഷർ പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പാസ് ആണ് വരുന്നത്. 62 ഗാർഹിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ഈഥൈൽ മെർക്യാപിറ്റൻ ആണ് വരുന്നത്. 63 ആൻസർ വരുന്നത് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. 64 ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏതുതരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ക്ലാസ് ഡി ഫയർ ആണ് വരുന്നത്. 65 ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോത്തറിംഗ് ആണ് വരുന്നത്. 66 താഴെ പറയുന്നതിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി അസറ്റൈലിനാണ്. 67 ചോദ്യം ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽസ് നിയമമാണ്. 68 ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാത്ത നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ഉത്പാദനമാണ് വരുന്നത്. 69 ക്വസ്റ്റ്യൻ തെറ്റാണ്, മിസ്റ്റേക്കാണ് വരുന്നത്. 70 ക്വസ്റ്റ്യൻ ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഫ്രെഡറിക് എസ്മാർക്കാണ് വരുന്നത്. 71 കുട്ടികളുടെ അസ്ഥി വളഞ്ഞ ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ എന്ത് വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്നാണ്. 72 CPRന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ ആണ് വരുന്നത്. 73 അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ടൂർണിക്കൈ ആണ് വരുന്നത്. 74 നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ട്രയേജ് ആണ് വരുന്നത്. 75 ക്വസ്റ്റ്യൻ തെറ്റാണ്. 76 AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഹൃദയാഘാതത്തെയാണ് ഉപയോഗിക്കുന്നത്.
77 പ്രഥമ ശുശ്രൂഷയിൽ ABC എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ആണ് വരുന്നത്. 78 സ്പ്ലിൻറ്റ് താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ അസ്ഥിഭംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 79 ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ 2000 ആണ്. 80ാമത്തെ ചോദ്യം, സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്നാണ് കേട്ടോ. ഇനി 81ാമത്തെ ചോദ്യം, ആൻസർ ഓപ്ഷൻ ബി ആച്ഛാദനം. ആൻസർ പറയുകയാണ്. 82ാമത്തെ ചോദ്യം ഓപ്ഷൻ സി അശ്മകം. 83 ആൻസർ ഓപ്ഷൻ എ ലോഹിതം. 84 ഓപ്ഷൻ എ പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. 85 ഓപ്ഷൻ സി വിദൂരൻ. 86 ഓപ്ഷൻ ഡി കാട്ടുകോഴിക്കുണ്ടോ, മകരസംക്രാന്തി. 87 ഓപ്ഷൻ ബി ഒരുങ്ങുക. 88 ഓപ്ഷൻ ഡി വെൾ പ്ലസ് മായാണ്. 89 ഓപ്ഷൻ സി സുഗരം. 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. പിന്നെ 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൽഡറ്റ് ആണ് വരുന്നത്. 92ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡിഡിൻ സ്മോക്ക് ആണ് വരുന്നത്. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട് ആണ് വരുന്നത്. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ എ വോണ്ട് ഐ ആണ് വരുന്നത്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ ഫ്രം ഡ്യൂറിംഗ് ആണ് വരുന്നത് കേട്ടോ. 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഫെമിസൈഡ് ആണ് വരുന്നത്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഗൂസ് ആണ് വരുന്നത്. 99ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ബൈ വൂം ഇസ് ദ ചാരിറ്റി ഇവൻറ്റ് ബീയിങ് ഓർ ഓർഗനൈസ്ഡ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് ആണ് വരുന്നത്. 99ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കോൺസെൻസസ് ആണ് വരുന്നത്. 100ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ടു ടീച്ച് ഓർ ഗൈഡ് സമ്മൺ എക്സ്പെഷ്യലി ഇൻ എ ന്യൂ ജോബ് ആണ് വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന ഫയർമാൻ്റെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ആൻസറുകൾ ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര മാർക്ക് ലഭിക്കും എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടുന്ന കറണ്ട് അഫെയർ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സസ് ഉടനെ തന്നെ ഇടുന്നതാണ്. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റോടെ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഓൾ.